ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കൗതുക കാഴ്ച ഇന്നതും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു മുട്ടൻ്റെ ഉള്ളിൽ രണ്ടുണ്ണി, ഡബിളാ ഡബിൾ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കണ്ടിട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുകൊണ്ടിട്ടോ. എനിക്ക് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൗതുകമൊക്കെ ഇനി. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തതാണേ. സംഗതി ഇതൊന്നല്ല കേട്ടോ. നമുക്കേ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതിന് മുന്നേ നമ്മൾ അസിസ്റ്റൻറ്റിനെ ഒന്ന് സോപ്പിട്ട് നമ്മളെ കൂടെ നിർത്തണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റിന് ഞാൻ ഒരു ബുൾസൈ പോലെ ആക്കിയാണ്. പക്ഷേ ഓന് അത് വേവിക്കാതെ കൊടുക്കാൻ പറ്റൂലല്ലോ വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചിട്ട് നമുക്കതാ സെറ്റാക്കി കൊണ്ടുവന്ന് നിർത്തിക്കണേ. അപ്പോൾ ആള് അതൊക്കെ ഒന്ന് കഴിച്ച് ഉഷാറായി വരട്ടെ, എന്നിട്ട് നമുക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആൾക്ക് ചില സമയത്ത് ഈ മുട്ടൻ്റെ ഉണ്ണി ഇഷ്ടമല്ല കേട്ടോ, അത് എനിക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനിന്ന് ട്രൈപോഡ് വേണം. അപ്പൊ ട്രൈപോഡ് എടുത്തോണ്ടിരുന്നപ്പോ അതുമ്പോ ഓന്റെ വക ഒരു പ്രഹസനം നടത്തിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഓഫാക്കിട്ടോ. ഞാൻ ഫ്ലാഷ് ഓണാക്കി വീഡിയോ എടുക്കണോണ്ട് ഓനൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫ്ലാഷ് ഓഫാക്കി മെല്ലെ ഓഫാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചത്. പക്ഷേ ഓന് മനസ്സിലായി ഫ്ലാഷ് ഓഫാക്കിയാണ്ട് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം. വീഡിയോ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുകയാണല്ലേ? ആ, വീഡിയോ എടുക്കുകയാണല്ലേ? അപ്പം എൻ്റെ അസിസ്റ്റൻ്റെ കയ്യിൽ നിന്നേ ട്രൈപോഡൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ അതിന് നെട്ടും ബോൾട്ടും ട്രീഗാൾമെൻറ്റും ഒന്നും ഉണ്ടാവില്ല. ഒക്കെ ഇപ്പോൾ ശരിയാക്കിയെടുക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടും പേരല്ലേ മല്ലയുദ്ധത്തിനൊടുവിൽ ഏതായാലും ട്രൈപോഡ് എനിക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കുറച്ച് തോരടാനുണ്ടായിരുന്നു കേട്ടോ. തോരടാൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പമ്പേഴ്സാണ് കേട്ടോ. നമ്മുടെ അസിസ്റ്റൻറ്റിൻ്റെ കുറച്ച് ദിവസത്തെ സമ്പാദ്യമാണിത്. അപ്പം ഇത് ഞാനിങ്ങനെ ജെല്ലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഉണക്കിയെടുത്തിട്ട് വെക്കണതാണ് കേട്ടോ. ഉണക്കിയെടുത്ത് കണ്ട് ഞാനൊരു കവറിലാക്കി വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേനൻ്റെ ആൾക്കാർ വരൂലേ, അപ്പോൾ കൊണ്ടുപോകും കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിലാക്കി തന്നാൽ മതി എന്നാണ് പറയല്. ഇതിപ്പോൾ കുറച്ച് ദിവസത്തെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴ കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 4-5 ഞാൻ ഉണക്കി വെച്ചത് എൻ്റെ അസിസ്റ്റൻ്റ് യാതൊരുവിധ ദയയില്ലാതെ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് മുക്കിയതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വീണ്ടും ഉണങ്ങാണ്ടേനു. പിന്നെ ഒരു 3-4 ഞാൻ ഉണക്കാനിട്ട് ഉണങ്ങി വീണ്ടും മഴ എടുത്തേക്കാൻ മറന്ന് മഴ കൊണ്ട് അങ്ങനെയായിട്ട് കുറച്ച് അധികം ഒരു 10-12 പമ്പേഴ്സ് ഉണ്ട് കേട്ടോ. പമ്പേഴ്സ് ഞാൻ രാത്രി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. അതേപോലെ പിന്നെ പുറത്തൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും ഇട്ട് കൊടുക്കും. പിന്നെ പെരൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഡേ ടൈമിൽ അങ്ങനെ പമ്പേഴ്സ് ഒന്നും ഇടലില്ല. ചിലപ്പോൾ ട്രൗസർ ഇടും, ചിലപ്പോൾ ട്രൗസർ ഇടൂല. ഞങ്ങൾക്ക് തോന്നിയ സ്ഥലത്ത് മൂത്രയിക്കും. ചിലപ്പോൾ നല്ല കുട്ടിയായിട്ട് മൂത്രയിക്കാനുണ്ട് എന്ന് പറയും. ബാത്റൂമിൻ്റെ ഡോറ് തുറന്നു തരൂ എന്നൊക്കെ പറഞ്ഞ് നല്ല കുട്ടിയാവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങളെ പല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പകൽ സമയം ആൾ ഫുൾ ഫ്രീ ആയിട്ടാണ് നടക്കല്. രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കല്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ ആകെ അലമ്പായി കിടക്കുകയാണ്. ഇത് നമുക്ക് ഒരു റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും ഇന്ന് ഇത് ഇവിടെ ഒന്ന് ലെവലാക്കി എടുക്കാനാണ് ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് വരുന്നതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളത്, മണ്ണ് വരുന്നതിൻ്റെ ഉറവിടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ തുരന്ന് ഇതാ ഈ കാണുന്ന തുരപ്പം കൊച്ചുണ്ണി മണ്ണെടുക്കും. ഈ ചുറ്റിക വെച്ചിട്ട് തുരന്ന് അങ്ങനെയാണ് ഇവിടെ മൊത്തം മണ്ണയക്കണത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ ക്ലീൻ ചെയ്യലില്ലേ എന്ന് ചോദിച്ചാൽ മിക്കവാറും ദിവസം ഞാൻ അവിടെ വന്ന് ഒതുക്കിയൊക്കെ വെക്കലുണ്ട്. പക്ഷേ കുട്ടികൾ ഇങ്ങനെ വലിച്ചിടുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അലമ്പായി കിടക്കുന്നത്. അപ്പം എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല പോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഇരുട്ടും വെളിച്ചെല്ലായ്മയും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ആ ഷെഡ് വീട്ടിലെ അതിന് ഉള്ളിൽ ഇതേപോലെ ഇനല്ലോ ഒരു ഇരുട്ടയിന്, കാരണം ജനലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തപ്പോൾ വരും കേട്ടോ. ഇതേപോലെ തന്നെ ഇനല്ലോ. എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചുള്ളി പണി നടത്തലാണല്ലോ.
പിന്നെ ഈ കോയിലും ചെറിയ ചെറിയ പീസുകളൊക്കെ എന്താന്ന് വെച്ചാൽ അതൊക്കെ പ്ലംബിങ്ങിന്റെ പൈപ്പുകൾ ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ചെറിയൊരു പൈപ്പ് വേണ്ടി വരുമ്പോൾ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ അല്ലേനും ഞാൻ ഇട്ടീനിയത് ഒരു ചാക്കിലാക്കി ഒരു മൂലൊക്കെ ഒതുക്കി വെച്ചിക്കേനു. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ കളിച്ചുങ്ങാണ്ട് ഓല് വലിച്ചിടുന്നതാണ് കേട്ടോ. പിന്നെ കുറേ ദിവസമായി ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്കൊരു പേടി ഇനി ഇതിൻ്റെ ഉള്ളിൽ പാമ്പെങ്ങാനും കയറി കൂടിക്കോ എന്നുള്ളത്. അപ്പോൾ കുഞ്ഞുട്ടിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു പിന്നെ അതിൻ്റെ ഉള്ളിൽ പാമ്പ് കയറില്ല, അതിൻ്റെ ഉള്ളിൽ പാമ്പ് പോയിട്ട് ഒരു ഉയരൊക്കെ അരിച്ചു വരാൻ പോലും അതിൻ്റെ ഉള്ളിൽ വരാനുള്ള സ്പേസ് ഇല്ല. കാരണം പ്ലംബിങ്ങിൻ്റെ പൈപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു തുണികളും ഒക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ജന്തുവും കയറാത്ത രീതിയിലൊക്കെ ആക്കി വെച്ചിരിക്കണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് എനിക്ക് കോൺഫിഡൻസ് ഒക്കെ തന്നപ്പോൾ പിന്നെ ഇന്നിപ്പോൾ അതെന്തായാലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. എന്നാലും എനിക്കൊരു പേടിയുണ്ട്. ഞാൻ ഇടയ്ക്കൊരു ടോർച്ചൊക്കെ അടിച്ചു നോക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ക്ലീൻ ആക്കണത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്കിയുള്ളിടത്തൊക്കെ സിമെന്റ് കലക്കി പാർന്നല്ലോ, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായില്ല അന്ന്. അതെന്താന്ന് വെച്ചാൽ പിന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ വരാനുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ കോൺക്രീറ്റ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അന്ന് കോൺക്രീറ്റ് ഒന്നും ചെയ്യാഞ്ഞത് കേട്ടോ. പിന്നെ അന്ന് എൻ്റെ നാത്തൂൻ താത്ത ഇതിൻ്റെ ചുവട്ടിൽ ചാക്കല്ല ചട്ടക്കടലാസ് ഉണ്ടല്ലോ, അപ്പം അത് വിരിച്ചതേനി. അപ്പം അതും ഏകദേശം ഇങ്ങനെ ചെതൽ വരുമല്ലോ വേഗം. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടേനു. പിന്നെ അലമാരിൻ്റെ സൈഡിൽ കുറേ കാർഡ്ബോർഡ് ബോക്സസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് കൊറിയർ വരുന്ന ഈ ബോക്സുകളൊന്നും കുഞ്ഞുട്ടി അറിയുമ്പോൾ അത് പയ്യതാർക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഞാനിവിടെ ഒരു കൂട്ടി വെക്കണതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തപ്പോഴേ എനിക്ക് ആ ഷെഡിൽ ക്ലീൻ ചെയ്ത ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സൊക്കെ ഓർമ്മ വരും കേട്ടോ. നമ്മളെ കട്ടിലിൻ്റെ സൈഡും കട്ടിലിൻ്റെ ചോട്ടിലും ഒക്കെ ഇങ്ങനെ കയറാം. ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ളതും ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാവും. എന്നിട്ട് എൻ്റെ അടിയിൽ കൂടെ കാലിട്ട് കണ്ട് അവിടെ ഒന്നും ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. എന്ത് വാച്ചോ? അതൊക്കെ എങ്ങനെയാ പോലത്തെ കണ്ടത്? കാക്കോ പൊക്കൊന്നാലേ പൊടിയാണ് മോനെ. കുട്ടി പോ, അവിടെ പോയി കളിച്ചോ. ചെല്ല കടക്കി പോയി കളിച്ചോ. മതി, ഇനി ഒന്നുമില്ല, അങ്ങോട്ട് പോര്. ഇതിന് കുട്ടാ പോട്ടെ. പിന്നെ കുടിരിക്കൽ കഴിഞ്ഞിട്ടും ഈ അലമാര ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നപ്പോൾ കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇനിയും ഒഴിവാക്കാനായിട്ടില്ലേ എന്നുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് മറ്റേ ദിലീപിന്റെ ഡയലോഗാണ്, അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റൂല, കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എനിക്കും അതുപോലെയാണ് കേട്ടോ പറയാനുള്ളത്. ഒഴിവാക്കണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഷെഡ് വീട്ടിൽ അതിനെന്ന് ഇത് ഇതിന് ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കണേ. പക്ഷെ എന്നാലും വലിച്ചെറിയാത്തത് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ, ഞാൻ എല്ലാ സാധനം എങ്ങനെയാണ് കേട്ടോ, എനിക്ക് വലിച്ചെറിയാൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചെടുത്തേക്കും. എന്നിട്ട് പിന്നെ കുറേ കാലം അങ്ങനെ പാത്തിച്ച് അങ്ങോട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ അതങ്ങോട്ട് വലിച്ചെറിഞ്ഞതിന് പിറ്റേന്ന് തൊട്ട് പിന്നെ ഒരാഴ്ച ആ സാധനം കൊണ്ടുള്ള ആവശ്യങ്ങൾ തന്നെ കാരണം. അങ്ങനെ ഞാൻ ഓരോന്ന് ഒതുക്കിയ ക്ലീൻ്റെ അടിയിലാണ് നീയക്കുട്ടിൻ്റെ കാണാതായ ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടായിനി അത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓള് കുടിന്ന് നാത്തൂൻ്റെ ലിപ്സ്റ്റിക്ക് അടിച്ചു മാറ്റി കൊണ്ടുവന്നേനി കേട്ടോ. അപ്പോൾ അത് ഇടക്കും തലക്കൊക്കെ ഇടലുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായി ലിപ്സ്റ്റിക്ക് ഇടാനൊക്കെ കേട്ടോ, സ്കൂൾക്ക് പോയിന്നൊക്കെ. അപ്പോൾ ഒരു ദിവസം എൻ്റെ മൂത്തമ്മ പറഞ്ഞു ലിപ്സ്റ്റിക്ക് ചെറിയ കുട്ടികൾ അങ്ങനെ ഇടാൻ പാടില്ല, ഓളിടുക ഇങ്ങനെ ഈ ലോക്കൽ ലിപ്സ്റ്റിക്കുകളായി, അപ്പോൾ അതത്ര നല്ലതല്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു ദിവസം മൂത്തമ്മ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടായി കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ ആൾക്ക് ലിപ്സ്റ്റിക്കിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല, വല്ലപ്പോഴും എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ മാത്രമേ ഇടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അലമാരൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചിരിക്കണേ. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഫാർമസിയാണ് കേട്ടോ. ഈ ഒരു സെക്ഷന് മരുന്നും കാര്യങ്ങളും ഒക്കെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പനി നോക്കണ സാധനമാണോ അതോ പ്രഗ്നൻസിൻ്റെ ടെസ്റ്റ് ആണോ എന്നൊക്കെ ആദ്യം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും. പക്ഷേ അത് രണ്ടും അല്ല കേട്ടോ. ഇതാണ് ടെസ്റ്റർ, കറണ്ട് നോക്കൂലേ ആ സാധനമാണ്. എൻ്റെ കെട്ടിയോണി ഈ കറണ്ട് പണിക്കാരനായതുകൊണ്ട് ഞങ്ങളെ പേരൻ്റെ ഏതെങ്കിലുമൊക്കെ മുക്കും മൂലയൊക്കെ തപ്പുമ്പോൾ ഓരോ ടെസ്റ്ററും പ്ലെയറും ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഒരു 4-5 ടെസ്റ്ററൊക്കെ ഉണ്ടാവും കുഞ്ഞുട്ടി അപ്പോഴപ്പോഴൊക്കെ കൊണ്ടുവന്ന് നോക്കുന്നതും പല ആവശ്യങ്ങൾക്കായിട്ടും. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് കൂടെ ഒക്കെ ആരുടെയൊക്കെ കറണ്ട് ഇല്ലെങ്കിലൊക്കെ കുഞ്ഞുട്ടിനെ വിളിച്ചു. അപ്പം നന്നാക്കാൻ മൂപ്പർക്ക് ഈ ടെസ്റ്ററും പ്ലെയറും ഒക്കെ വേണം കേട്ടോ. അപ്പം അതുകൊണ്ട് അപ്പം ഇത് അങ്ങനെ കറണ്ട് നോക്കണ ഒരു യന്ത്രമാണ്. ഇപ്പം നല്ലതാണോ കേടുന്നതാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ നമ്മളെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി ചെയ്യുന്ന സെക്ഷനൊക്കെ ഇനിയിട്ടത്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഒന്ന് അഴവിറക്കി ഞാനിതാ
ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതൊക്കെ ഒന്ന് എങ്ങനെ ഒതുക്കി വെച്ചിരിക്കണം കേട്ടോ. ടോർച്ച് പിന്നെ ഞാനിങ്ങനെ ഇടക്ക് ഇതിൻ്റെ ഉള്ളിൽ തീരെ കണ്ണ് കാണില്ല കേട്ടോ. പിന്നെ ഒരു ബൾബ് ഇടാനുള്ള ഹോൾഡറൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നീളമില്ലാത്തതുകൊണ്ട് വേറൊരു സ്ഥലത്തുനിന്ന് ബൾബ് ഊരി ഇവിടെ കൊണ്ടുവന്ന് ഇടാനുള്ള എത്തണില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. ടോർച്ചൊക്കെ ആയിട്ട് പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ കുറേ കവറുകളാണുള്ളത്. ആവശ്യമാകുമ്പോൾ പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചതിൻ്റെ ഉള്ളിൽ മടക്കി വെക്കും. പക്ഷേ ആവശ്യമാണ് സമയത്ത് ഇതൊന്നും കൈപ്പാട്ടിൽ കാണൂല എന്നുള്ളതാണ് സാരം. കാരണം മക്കൾ ഇതൊന്നും വെച്ചാൽ ഇതേപോലെ നിൽക്കാനായിക്കൂല. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നും ഈ ഒതുക്കി വെച്ചതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ അലമാര ഒതുക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ബാക്കി ഉള്ളതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാണ്ട് ആവശ്യമുള്ളത് എടുത്ത് അനാവശ്യമായിട്ടുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ഉള്ളതാണ് കേട്ടോ അത്. അപ്പം ഇത്രയും സമയമായപ്പോൾ തന്നെ എൻ്റെ സിനിമോനെ കുറച്ച് സമയമായിട്ട് എനിക്ക് കാണുന്നില്ല ഇനി. അപ്പം ഞാൻ അത് വന്ന് നോക്കുമ്പോൾ ഞാൻ ഒഴിവാക്കാൻ വെച്ച കുറച്ച് മരുന്നുകൾ ഉണ്ട് കേട്ടോ. അത് ഇവിടെയൊക്കെ തുറന്ന് ആ മരുന്നൊക്കെ ഇവിടെ കളഞ്ഞേക്കണേ. വായിൽ വെക്കരുതിട്ടോ, വായിലാക്കരുത്. ഇവിടെ വന്നിരുന്ന് കളിച്ചോ അമ്മച്ചത്. ഇനി പിന്നെ ഞാൻ ഈ ചട്ട ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒരു കവർക്കാക്കി മാറ്റി വെക്കട്ടെ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഷെഡിനെ കുറിച്ച് പറയുമ്പോൾ ചിലരൊക്കെ ഇനി കമൻ്റ് ഇടും അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ, അതിനെക്കുറിച്ചൊക്കെ ഇജ്ജ് പിന്നെ എന്തിനാ അയവിറക്കാൻ നിൽക്കണത് എന്നുള്ളത്. പിന്നെ ഇടയ്ക്കൊക്കെ ചില കമൻസ് വരലുണ്ട് ഇജ്ജ് പഴയതൊക്കെ മറന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കമൻസ് വരലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും മറക്കൂല കേട്ടോ. അപ്പം ഞാൻ അതിങ്ങനെ തേക്കി പറയാത്തെന്താ വെച്ചാൽ പലരും പറയും അതിപ്പോൾ കഴിഞ്ഞു പോയ കാര്യമില്ല, അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണ്ട. അപ്പോൾ പുതിയ ഉള്ള ജീവിതത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് ഞാനും ചെയ്യണ അതൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം അത് ആ ഒരു ലൈഫ് വേറെ തന്നെയായിരുന്നു. കാരണം 1-2 ദിവസം കൊണ്ട് നമ്മൾ മറക്കാൻ ഉള്ള ഒരു ഓർമ്മകളല്ലല്ലോ അതുള്ളത്. നമ്മൾ 5-6 വർഷം ജീവിച്ചൊരു വീടാണ്. നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ അതൊരു കുഞ്ഞു സ്വർഗം തന്നെയായിരുന്നു. അപ്പം അതൊന്നും അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ മറക്കൂല കേട്ടോ. പിന്നെ ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ തേക്കി പറഞ്ഞാൽ പലർക്കും അതൊരു ഇതാവും. അതിപ്പോൾ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഉള്ള ലൈഫിൽ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയും. പക്ഷേ ഞാനതിനെക്കുറിച്ച് ഒന്നും പറയാതെ നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ പറയും ഓ ഇപ്പോൾ പുതിയ വീടായപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പഴയതൊക്കെ മറന്നു എന്നുള്ളത്. അപ്പോൾ ഒന്നും മറന്നിട്ടില്ല, മറക്കൂല, മറക്കാൻ അത്ര പെട്ടെന്നൊന്നും ആയിട്ടുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ നമ്മൾ 1-2 ദിവസം ജീവിച്ച് തീർത്ത ലൈഫൊന്നും അല്ലല്ലോ. അപ്പം അതൊക്കെ മനസ്സിൽ ഇപ്പോഴും അതേ ഓർമ്മകളായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ അന്ന് നമ്മളെ കിച്ചണിൽ ഉപയോഗിച്ചതിന് പ്ലഗാണ് കേട്ടോ. ഈ ഒരൊറ്റ പ്ലഗുമ്മലാണ്. പിന്നെ ഇതിന് ഒരു 3 പിൻ കുത്തിയിട്ട് നമ്മുടെ മോട്ടറിനും പിന്നെ എന്തൊക്കെയാണോ മിക്സി പുറത്തേക്കുള്ള ലൈറ്റ് അങ്ങനെ സകല ലൈറ്റും അയിമലേനി കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കട്ടിക്കടലാസാണ് വിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ചതൽ പിടിച്ചിട്ടും പിന്നെ ഇപ്പോൾ റീസൺലി 2 ദിവസമായിട്ട് സിനിമോനിക്ക് ഇവിടെ വന്നൊരു മൂത്രമൊഴിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്യാനും പറ്റൂലല്ലോ ഈ ചട്ടക്കടലാസ് ആകുമ്പോൾ. അപ്പോൾ പിന്നെ അതൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും ഞാനിത് ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അസിസ്റ്റൻറ്റ് വന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെയെങ്കിലും വലിക്കാനൊക്കെ ഉണ്ടോ നോക്കുന്നുണ്ട്. ഇടയിൽ കൂടെ എൻ്റെ ഇടക്കും നിലക്കൊക്കെ എൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു കടലാസൊക്കെ ഇവിടുന്ന് മാറ്റി. ഇനി ഇവിടെ ഞാൻ എന്താ വിചാരിക്കുന്നതെന്നോ ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ പഴയ ഷീറ്റ് ഉണ്ടായിനി. പഴയ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെഡിൽ വിരിച്ചിന് ഷീറ്റ്, നല്ല ഷീറ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പം ഇത് അതിൽ പെട്ടൊരു സാധനമാണ്. നമ്മൾ ഷെഡിൽ അഴിയുന്ന സമയത്ത് കുഞ്ഞുട്ടി ഇതേപോലത്തെ എവിടെയെങ്കിലും ഫ്ലക്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങളോ ഒക്കെ കിട്ടുമ്പോൾ കൊണ്ടുപോട്ടോ. കാരണം ഇത് നിലത്ത് വിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ നിലത്തത്തെ ഇടയ്ക്കിടയ്ക്ക് കേട് വരുമ്പോൾ അത് അവിടെ ഇവിടെ മേക്ക് ഓവർ ചെയ്യലൊക്കെയാണല്ലോ എനിക്ക് പണിയുന്നത്. അതൊക്കെ അന്ന് വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് നമ്മുടെ നിലത്തെടുത്ത ടൈല് മാറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും മറിച്ചലും ഒക്കെ ആയിട്ട് പണി ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു 2 കട്ടിലെ ഷീറ്റ് ഉണ്ടായി കേട്ടോ. ആദ്യം ഞാൻ ഒന്ന് മതിയാവും എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നങ്ങോട്ട് കൊണ്ടുവച്ചത്. പിന്നെ ഈ ആണി അടിച്ചതൊക്കെ ഉണ്ടായി. അന്ന് നമ്മൾ ഷെഡിൽ അതിനൊന്ന് ആണി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പറിച്ചെടുത്ത് ഇതാ 2 എണ്ണം ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങനെയും ഒക്കെ ആയിട്ട് ഇവിടെ വിരിച്ചിട്ടോ. ഇതാവുമ്പോൾ എനിക്ക് തുടച്ചെടുക്കാനും എളുപ്പമാണ്. പിന്നെ നമുക്കിങ്ങനെ ചവിട്ടി മണ്ണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ആവണ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വൃത്തിയായിട്ട് അവിടെ നിന്ന് കടന്നും ചെയ്തോളും. അപ്പം അങ്ങനെ ഞാനിവിടെ നിന്ന്
വിരിച്ച് പിന്നെ അതിൻ്റെ ഒരു 2-3 സൈഡിൽ ഞാൻ ആണി അടിച്ച് വെച്ചിന് കേട്ടോ, വല്ലാണ്ട് അങ്ങോട്ട് പോരിനോടത്ത്. ബാക്കി ലോഡൊക്കെ അങ്ങനെ ഇനിയിപ്പോൾ ചവിട്ടി അങ്ങോട്ട് അമർന്നോളും എന്ന് വിചാരിച്ചിട്ട് ബാക്കി ലോഡൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ടൈലൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ അവിടുന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മാറ്റണ്ടാത്ത സാധനങ്ങളൊക്കെ അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പണി എടുക്കുകയാണെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് ചില സമയത്ത് ഭയങ്കരമായിട്ട് അതിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ ബാക്കി പരിസരമൊക്കെ മറന്നു പോകും. അങ്ങനെ ഞാൻ മറന്നുപോയൊരു സംഗതിയാണ്. ഞാൻ നല്ല വെയിലുണ്ടായപ്പോൾ ഇവിടെ കുറച്ച് പമ്പേഴ്സ് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ താഴത്ത്. പക്ഷേ ഞാൻ മഴ പെയ്തപ്പോൾ എടുക്കാൻ മറന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകൾക്ക് നല്ല വെയിൽ വരുമല്ലോ, അപ്പോൾ അവിടെ കുറച്ച് തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിന്. പക്ഷേ അതൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അത് ഞാൻ വണ്ടിയൊന്ന് മഴ പെയ്തപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പമ്പേഴ്സിൻ്റെ കാര്യം ഞാൻ മറന്നു കേട്ടോ. ഇക്കണക്കിന് പോയാൽ അതിഞ്ഞിപ്പോൾ ഉണക്കി നനച്ച് എന്ന് പറഞ്ഞ മാതിരി ഇനി ഇപ്രാവശ്യം വരുമ്പോൾ ഹരിത കർമ്മസേനക്കാർക്ക് കൊടുക്കാനുണ്ടാകുമോ ആവോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ തുടച്ച് വൃത്തിയാക്കി ബാക്കി സാധനങ്ങളൊക്കെ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിനി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ അസിസ്റ്റൻറ്റിന് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓന് ചോറൊക്കെ കൊടുത്ത് ഓന് കുളിപ്പിച്ച് ഉറക്കി എന്നിട്ടൊക്കെ ബാക്കി പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ആൾ കുളിച്ച് ഉറക്കത്തിലായിരിക്കണം കേട്ടോ. ഇനി ചിലപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഇങ്ങോട്ട് ആളുറങ്ങും. ആ ഒരു 2 മണിക്കൂർ ഇനി എനിക്കൊരു എന്താ പറയുക സ്പീഡ് കൂടും കേട്ടോ. പണിക്ക് ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ട് മണ്ടി പാഞ്ഞിങ്ങോട്ട് എടുക്കും. അപ്പം ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ എടുത്തൊക്കെ കേട്ടോ. ഇപ്പം ഞാൻ ഈ മടക്കണ കവറുണ്ടല്ലോ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ് വാങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടായിന് ഇതാണ് കേട്ടോ, അതിൻ്റെ മുകളിലുണ്ടായിന് കവറാണ്. അപ്പോൾ അതൊരു നല്ല കട്ടി നമ്മൾ കുട്ടികൾ ബുക്കൊക്കെ പൊതിയൂലേ, അങ്ങനത്തെ ആ ഒരു ടൈപ്പ് കവർ. അപ്പോൾ അതെനിക്ക് കളയാൻ തോന്നുന്നില്ല, എവിടെയെങ്കിലൊക്കെ വിരിക്കാനോ അല്ലെങ്കിൽ വല്ല ബുക്ക് പൊതിയാനെങ്കിലും എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. എനിക്ക് കളയാന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ കുറേ കാലം ഇങ്ങനെ പാത്ത് വെച്ചാണ്ട് പിന്നീട് ഞാൻ വലിച്ചെറിയും കേട്ടോ. എന്നാലും പാടില്ല, എപ്പോഴും കളയാൻ തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ എന്താ അപ്പോൾ അത് വലിച്ചിടൽ മത്സരമാണോ എന്ന് തോന്നി കണ്ട് സിനിമോൻ്റെ വകയും കുറേ വലിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഞാനിങ്ങനെ ഓരോന്ന് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിടല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ വകയായിട്ട് കുറക്കണ്ടെന്ന് എഴുതിയിട്ട് ഓൻ്റെ നുള്ളുനുരുമ്പ് കളി സാധനങ്ങളൊക്കെ ഇവിടെ വലിച്ചിട്ടിട്ടുണ്ടേനി കേട്ടോ. ഇനിയിപ്പോൾ അതും എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ അപ്പോൾ എനിക്കുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വൃത്തിയാക്കിയ ആ ഒരു സമയത്ത് നമ്മൾ ആ ഷെഡിൽ നിന്ന് ആ ഷെഡത്തൊക്കെ ചെയ്ത ആ ഒരു ഫീൽ ഇങ്ങനെ ഇനി കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഫീൽ അങ്ങോട്ട് പോയി. അപ്പോൾ ചിലരൊക്കെ കമൻറ്റിൽ എഴുതും പോലെ ആ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. മനസ്സിൻ്റെ ഒരു കോണിൽ ഓർമ്മകളായിട്ട് തന്നെ ഉണ്ട്. പിന്നെ അന്ന് ആ ലൈഫായിട്ട് അങ്ങോട്ട് സെറ്റായി ആ ഒരു രീതിയിൽ അന്ന് ഉള്ളത് കൊണ്ട് ഞാൻ ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ചു. അതെനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇന്നുള്ള സൗകര്യത്തിൽ ഇന്നുള്ളത് വെച്ചിട്ട് ഈ ഒരു വീട്ടിൽ ഈ ഒരു ലൈഫിലും ഞാൻ ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതെന്നും അതുപോലെ തന്നെ ആവട്ടെ. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലായാൽ അന്നും അതേപോലെ തന്നെ ഹാപ്പിയായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ഇതിലും കുറവ് കുറച്ചവന് വന്ന ആ ഒരു വഴിക്ക് തന്നെ തിരിച്ചു വിടാതെ നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. നമ്മൾ വരുന്ന സാഹചര്യങ്ങൾ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഉള്ളതിൽ എന്തായാലും ഞാൻ നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാൻ തന്നെ നോക്കും. അതാണ് എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരാനുള്ളത് കേട്ടോ. എന്ത് ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മൾ സന്തോഷം ചെറിയൊരു കാര്യം മതി. അപ്പോൾ നമ്മൾ സന്തോഷം നമ്മൾ കണ്ടെത്തല്ല. അതായത് ഉള്ളതിൽ എനിക്കിതില്ലല്ലോ അതില്ലല്ലോ എന്ന് വിചാരിക്കണേക്കാട്ടിലും നല്ലത് നമുക്കുള്ളതിൽ ഹാപ്പി ആകുമ്പോൾ പഠിച്ചുകൊണ്ട് നമുക്കില്ലാത്തത് നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഞാനിവിടേക്കൊന്ന് വൃത്തിയും വെടുപ്പും ആക്കിയെടുക്കട്ടെ. കുറച്ചധികം പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി. പിന്നെ അടുക്കളയിലും കുറച്ച് പ്ലാസ്റ്റിക്കും ഇതുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ അവിടുന്ന് വലിച്ച് കണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട്, കാരണം മഴയിനും അതുകൊണ്ട് എനിക്ക് പുറത്ത് കൊണ്ടുപോയിടാനുള്ള ഇതില്ലേനി. അപ്പോൾ ഞാൻ വല്ല ഇവിടെ അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവിടുന്ന് ഒക്കെ വാരിയിട്ട് ഇനിയിപ്പോൾ മൊത്തമായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടാൽ മാഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ്ങിൻ്റെ കാര്യം എനിക്ക് അങ്ങനെയാണ്, തുടങ്ങാനൊരു ഇതാണ്. പക്ഷേ തുടങ്ങി കിട്ടിയാൽ പിന്നെ അത് മൊത്തം അങ്ങോട്ട് കംപ്ലീറ്റ് ആയി ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങോട്ട് വരണം. അതുവരെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം സമയം 3 മണി ആയിക്കണം. അപ്പം ഞാൻ ഈ തുടയും കൂടി കഴിഞ്ഞിട്ട് നിർത്തുകയാണ്. അല്ലെങ്കിൽ സിനിമോനെ എണീച്ചാൽ പിന്നെ ഞാൻ ഈ ചളി ഓടുക്കനെ ഓനെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷങ്ങൾ. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും, ബൈ ബൈ.